കുറച്ച് പുട്ടും പിന്നെ കുറച്ച് മീനും കൂടെ എടുത്ത് നമുക്ക് കഴിക്കാം. നല്ല വെളുവിളായിരിക്കുന്നു മാംസം കണ്ട. ജീവനുണ്ട് കേട്ടാ. ഇതാ വാ തുറക്കുന്നുണ്ട്, ചെകള പൊക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും അനങ്ങാതെ അടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു തരി ജീവനെങ്കിലും കാണും. ചൂട് ചൂട് ചൂട്. അപ്പോഴേ ഇന്ന് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് നിർവാണ എന്ന് പറഞ്ഞൊരു സംഭവം. സാധാരണ മീൻ പൊരിക്കുക അല്ലെങ്കിൽ കറി വെച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. വള്ളക്കാരിൽ നിന്ന് പോയി മീൻ മേടിക്കുന്നത്, പൊരിക്കുന്നത്, കറി വയ്ക്കുന്നത്, അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനത്തെ ഈ ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ യൂട്യൂബിൽ നോക്കി ഏറ്റവും ചിലവ് കുറച്ച് ഒരു സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടൊരു സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയായിരുന്നു. അപ്പോഴങ്ങനെ കിട്ടിയ സംഭവമാണ് ഈ ഫിഷ് നിർവാണ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എന്തായാലും നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം മീനെല്ലാം നല്ല വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പരിപാടി തുടങ്ങാവേ. നമ്മുടെ ഫിഷ് നിർവാണയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്കുള്ള ചേരുവകളാണ് മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, ഉപ്പ്. ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടേ കുഴച്ചെടുക്കാം. ഓരോരോ മീനിനകത്തോട്ടെ ഈ മസാല തേച്ച് പിടിപ്പിക്കാവേ. കരിമീനാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ. ഓക്കെ, നമ്മുടെ മീനിലല്ലാവേ അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിത് വെച്ചേക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാവേ. നമ്മൾ ഒരു 1/2 ലിറ്റർ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടേ. നമ്മുടെ ഫിഷ് നിർവാണയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണേ. നമ്മുടെ മീൻ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞേ. ഇനി നമുക്ക് ഇതിനകത്തിട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മളിവിടെ തവിടെണ്ണ ഒഴിച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേവയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി രണ്ട് സൈഡും. നമ്മുടെ മീൻ രണ്ട് സൈഡും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടേ. ഇത്രയും വെന്താൽ മതി, ഒരുപാട് മൂക്കയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാവേ. ചട്ടിക്കകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വാഴയിലൊന്ന് വാട്ടിയെടുക്കാവേ. ഇനി നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൺചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലോട്ട് നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിനകത്തോട്ടെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ.
ഒരു 1/2 ലിറ്റർ തേങ്ങാപ്പാലാട്ടോ നമ്മൾ ഒഴിച്ചിരിക്കുന്നതിനകത്തോട്ടെ. തേങ്ങാപ്പാൽ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പോഴതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവേ. അപ്പോഴിനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിക്കാവേ. ഓക്കെ, നമ്മുടെ ഫിഷ് നിർവാണേ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവേ. പുട്ട് അല്ലെങ്കിൽ അപ്പം അങ്ങനത്തെ ഏതെങ്കിലും സംഭവത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനാണ് നല്ലത്, നമ്മൾ ഈ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെ കാട്ടി. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. കുറച്ച് പുട്ടും പിന്നെ കുറച്ച് മീനും കൂടെ എടുത്ത് നമുക്ക് കഴിക്കാം. നല്ല വെളുവിളായിരിക്കുന്നു മാംസം കണ്ട. സംഭവം കിടുവായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റ് അല്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് മോളി അതിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ, അതേ കണക്കത്തെ ഈ അപ്പം പിന്നെ ഇടിയപ്പം പുട്ട് അങ്ങനത്തെ സംഭവങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടി പറ്റിയ ടേസ്റ്റ് ആയത്. ഒരു സൂപ്പിൻ്റെയൊക്കെ മീനിൻ്റെ ഒരു സൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ രീതിയിലൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ വീട്ടിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കേ. അപ്പോഴും നമ്മുടെ ചാനൽ ഇതേ കണക്കത്തെ വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ ഇതേ കണക്കത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിത് കഴിക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.